എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വലിയ IT കമ്പനികളും ആകാശമുട്ടുന്ന കെട്ടിടങ്ങളുമൊക്കെയാണ്. എന്നാൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നട്ടെല്ല് അവിടുത്തെ കൃഷി മേഖലയാണ്. ലോകത്തിന് തന്നെ വലിയ തോതിൽ ഭക്ഷണം നൽകുന്ന രാജ്യം. എന്നാൽ ഇന്ന് ആ രാജ്യം വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. തങ്ങളുടെ പാടങ്ങളിലും ഡയറി ഫാമുകളിലും പണിയെടുക്കാൻ അവിടെ ആളുകളില്ല. അമേരിക്കൻ കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിലാളികളുടെ ക്ഷാമമാണ്. ഇതിനൊരു പരിഹാരമായി വർഷങ്ങളായി അവർ ഉപയോഗിക്കുന്ന ഒന്നാണ് H-2A വിസ പ്രോഗ്രാം. വിദേശത്തു നിന്നും താൽക്കാലികമായി കാർഷിക തൊഴിലാളികളെ അമേരിക്കയിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യാനുള്ള ഒരു നിയമപരമായ സംവിധാനമാണിത്. ഈ വിസ പ്രോഗ്രാമിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കൺസർവേറ്റീവ് രാഷ്ട്രീയക്കാരായ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ പോലും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വിദേശ കുടിയേറ്റക്കാരെ ശക്തമായി പുറത്താക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്താണ് ഈ വിസ വിപുലീകരിക്കാൻ ചില റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ തന്നെ പുതിയ ബില്ലുമായി വന്നിരിക്കുന്നത് എന്നറിയുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിസയെ ചൊല്ലി അമേരിക്കൻ പാർലമെന്റ് കോൺഗ്രസിൽ ഇത്ര വലിയ ചർച്ചകൾ നടക്കുന്നത് എന്നാണ് നമ്മളിന്ന് വിശദമായി നോക്കുന്നത്. നമുക്ക് ആദ്യം എന്താണ് ഈ H-2A വിസ എന്ന് നോക്കാം. അമേരിക്കയിൽ പ്രാദേശികരായ തൊഴിലാളികളെ കിട്ടാതെ വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ താൽക്കാലികമായോ അല്ലെങ്കിൽ സീസണൽ ജോലിക്കായോ വേണ്ടി അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ കർഷകരെ അനുവദിക്കുന്ന വിസയാണിത്. ഉദാഹരണത്തിന് ഒരു പ്രത്യേക സീസണിൽ മാത്രം വിളവെടുപ്പുള്ള ആപ്പിൾ തോട്ടത്തിലോ മുന്തിരിപ്പാടങ്ങളിലേക്കോ ഒക്കെ ജോലി ചെയ്യാൻ ഈ വിസ വഴി ആളുകളെ എത്തിക്കാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ വിസയ്ക്കുള്ള ആവശ്യം അമേരിക്കയിൽ കുതിച്ചുയരുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2012 ശേഷം ഈ വിസയുടെ ഉപയോഗത്തിൽ 500% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കഠിനമായ വെയിലത്തും മഞ്ഞത്തും ഫാമുകളിൽ പണിയെടുക്കാൻ അമേരിക്കയിലെ തദ്ദേശീയരായ ആളുകൾ തയ്യാറാകുന്നില്ല. എന്നാൽ കർഷകർ പറയുന്നത് ഈ നിയമം ഇപ്പോൾ കാലഹരണപ്പെട്ടു എന്നാണ്. നിലവിലെ നിയമപ്രകാരം സീസണലായ, അതായത് വർഷത്തിൽ ചില മാസങ്ങളിൽ മാത്രം ആവശ്യമുള്ള കൃഷികൾക്ക് മാത്രമേ ഈ വിസ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇവിടെയാണ് ഡയറി ഫാമുകൾ നടത്തുന്ന കർഷകർ വലിയ പ്രതിസന്ധിയിലാകുന്നത്. കണക്ടിക്കട്ടിലെ ഒരു ഡയറി ഫാം ഉടമയായ ജ്വാക്കൂർ പറയുന്നത്, ഞങ്ങളുടെ ഡയറി ഫാമുകൾ വർഷത്തിൽ 365 ദിവസവും, അതായത് ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കേണ്ടുന്നവയാണ്. പശുക്കളെ കറക്കാനും പരിപാലിക്കാനും തങ്ങൾക്ക് വർഷം മുഴുവനും തൊഴിലാളികളെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സീസണൽ H-2A വിസ കൊണ്ട് ഞങ്ങൾക്കൊരു പ്രയോജനവുമില്ല. ഈ പ്രശ്നത്തിന് പരിഹാരമാണ് US ഹൗസ് അഗ്രികൾച്ചർ കമ്മിറ്റി ചെയർമാനായ റിപ്പബ്ലിക്കൻ പ്രതിനിധി G.T. തോംസൺ സെക്യൂറിംഗ് അഗ്രികൾച്ചർ വർക്ക്ഫോഴ്സ് ആക്ട് എന്ന പേരിൽ ഒരു പുതിയ ബില്ല് അവതരിപ്പിച്ചത്. ഈ പുതിയ ബില്ല് പ്രകാരം 3 പ്രധാന മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. H-2A വിസ കേവലം സീസണൽ കൃഷികൾക്ക് മാത്രമല്ല, ഡയറി ഫാമുകൾ പോലെ വർഷം മുഴുവനും പ്രവർത്തിക്കുന്ന കാർഷിക മേഖലയ്ക്കും ലഭ്യമാക്കുക എന്നതാണ് ഇത്. അടുത്തത്, തൊഴിലാളികളെ കൂടുതൽ കാലം തങ്ങളോടൊപ്പം നിർത്താൻ കർഷകർക്ക് അനുവാദം നൽകുക എന്നും ബില്ലിൽ പറയുന്നുണ്ട്. അടുത്തത്, നിലവിൽ മതിയായ രേഖകളില്ലാതെ ഫാമുകളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് നിയമപരമായ വിസ പദവിക്ക് മാറാൻ ഒരു അവസരം നൽകുക എന്നും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. അമേരിക്കൻ കൃഷി വകുപ്പിന്റെ കണക്കനുസരിച്ച് നിലവിൽ അവിടുത്തെ പകുതിയിലധികം കർഷക തൊഴിലാളികളും യാതൊരുവിധ നിയമപരമായ രേഖകളുമില്ലാതെയാണ് ജോലി ചെയ്യുന്നത്. അവരെയെല്ലാം നിയമവിധേയമാക്കാൻ ഈ ബില്ല് സഹായിക്കുമെന്നാണ് കർഷകർ കരുതുന്നത്. കേൾക്കുമ്പോൾ കർഷകർക്കും തൊഴിലാളികൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ബില്ലാണെന്ന് തോന്നാം. എന്നാൽ ഇതിന് വലിയ രീതിയിലുള്ള എതിർപ്പുകളും നേരിടേണ്ടി വരുന്നുണ്ട്. പ്രധാനമായും 2 വിഭാഗങ്ങളിൽ നിന്നാണ് ഇതിനെതിരെ ശബ്ദമുയരുന്നത്. ഒന്നാമതായി തൊഴിലാളി സംഘടനകളാണ്. യുണൈറ്റഡ് ഫാം വർക്കേഴ്സ് യൂണിയൻ ചോദിക്കുന്നത്, ഇത്രയും കാലം അമേരിക്കയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത പരിചയസമ്പന്നരായ തൊഴിലാളികൾക്ക് ഇവിടെ സ്ഥിരതാമസത്തിനുള്ള പൗരത്വം നൽകുന്നതിന് പകരം എന്തിനാണ് വീണ്ടും വീണ്ടും ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന താൽക്കാലിക തൊഴിലാളികളെ വിദേശത്തു നിന്നും കൊണ്ടുവരുന്നത് എന്നാണ്. H-2A വിസയിലുള്ള തൊഴിലാളികൾക്ക് കർഷകരെയും മുതലാളിമാരെയും ഭയന്ന് ജീവിക്കേണ്ടി വരുന്നുവെന്നും അവർക്ക് കൃത്യമായ അവകാശങ്ങൾ ലഭിക്കുന്നില്ലെന്നുമാണ് യൂണിയനുകളുടെ പരാതി. രണ്ടാമത്തെ എതിർപ്പ് വരുന്നത് തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരിൽ നിന്നും കൺസർവേറ്റീവ് സംഘടനകളിൽ നിന്നുമാണ്. അവർ പറയുന്നത്, വിദേശ തൊഴിലാളികളെ ഇങ്ങനെ യഥേഷ്ടം ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങളെ ബാധിക്കുമെന്നാണ്. മാത്രമല്ല, വിദേശ കുടിയേറ്റം കുറയ്ക്കണമെന്ന് വാദിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ് ഇതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കൻ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് കർഷകരും രാഷ്ട്രീയക്കാരും തൊഴിലാളി യൂണിയനുകളും തമ്മിലുള്ള വലിയൊരു തർക്കമാണ്.
കർഷകർ പറയുന്നത് ഈ വിസ നിയമങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ തൊഴിലാളികളില്ലാതെ തങ്ങളുടെ ഫാമുകൾ പൂട്ടിപ്പോകുമെന്നാണ്. ഫാമുകൾ പൂട്ടിയാൽ അമേരിക്കയിൽ ഭക്ഷണ സാധനങ്ങളുടെ വില കുതിച്ചുയരും. രാജ്യം വലിയൊരു ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുമ്പോഴും കർഷകരുടെ വോട്ട് ബാങ്കും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും മുൻനിർത്തി ഈ വിസ പ്രോഗ്രാം വിപുലീകരിക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം നിർബന്ധിതരായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ബില്ല് പാസ്സാകുമോ അതോ കടുത്ത എതിർപ്പുകൾ കാരണം ഇത് വഴിമുട്ടുമോ എന്ന് നമുക്ക് കണ്ടറിയാം.